നോക്കാം. DP സാർ ആരൊക്കെയാണ് വർക്കേഴ്സ് ഉള്ളത്? മറ്റേത് കഴിഞ്ഞല്ലേ? എല്ലാവരുടെയും സമയം വേണം. ഇനി തൊട്ടും മുമ്പത്തെ കഴിഞ്ഞല്ലേ? ഓക്കെ, എന്നാ ഓക്കെ അല്ലേ? ദെൻ കാൽക്കുലേറ്റ് ഏർണിങ്സ് ഓഫ് ദ വർക്കർ ആരാണ്? എയും ബിയും. ഏതാണ്? സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം. ഓക്കെ അല്ലേ? ആൻഡ് ഏതും കൂടെ പറഞ്ഞിട്ടുണ്ട്, ടൈലേഴ്സ്. രണ്ടും ഉണ്ട്, കുഴപ്പമില്ല. സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം വളരെ ഈസി അല്ലേ? ഓക്കെ, ടൈലറും പറയുന്നുണ്ട്. രണ്ടും നോക്കാം നമുക്ക്. എത്രയാണ് നോർമൽ റേറ്റ് പെർ ഹവർ? ഒരു മണിക്കൂറിന് എത്ര രൂപയാണ്? ₹1.80. ഒരു മണിക്കൂറിൻ്റെ റേറ്റാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. പിന്നെ സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ് പറയുമ്പോൾ 20. അപ്പം ഇങ്ങനെ ഇമാജിൻ ചെയ്യണം മക്കളെ. 20 സെക്കൻഡ് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഒരു ട്യൂബ് ഉണ്ടാക്കാൻ. ട്യൂബ് എത്ര സെക്കൻഡ് വേണം? 20 സെക്കൻഡ് വേണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റ് പെർ യൂണിറ്റ് സ്റ്റാൻഡേർഡ് 20 സെക്കൻഡ് അല്ലേ? അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60. അപ്പോൾ ഒരു മിനിറ്റിൽ നിങ്ങൾ എത്ര ട്യൂബ് ഉണ്ടാക്കും? 3. അപ്പം സ്റ്റാൻഡേർഡ് ഏതാ? ടൈം പെർ യൂണിറ്റ് അല്ലേ? സ്റ്റാൻഡേർഡ് യൂണിറ്റ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ഉണ്ടാക്കും അങ്ങനല്ലേ പറയാം? ഒരു മിനിറ്റ് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡാണ്. 60 സെക്കൻഡിൽ എത്ര? 20 സെക്കൻഡ് ഉണ്ട് അല്ലേ? എത്ര? 3. അപ്പോൾ 3 കിട്ടി. 3 യൂണിറ്റാണ്. എന്താ 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? 3 ട്യൂബ്. എത്ര? ഒരു മിനിറ്റിൽ. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ല? ആ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു, ചിരിച്ച കുട്ടി. ക്ലിയർ ആയില്ല? ക്ലിയർ ആയില്ല? മനസ്സിലാകാത്ത പോലുള്ള നോക്കും. അടുത്ത് ആലോചിക്കുക പോലെ കുട്ടി. പിന്നെ എവിടെ ഇരുന്ന് എന്ത് ഇങ്ങനെ 3 യൂണിറ്റാണ്. യെസ് യെസ്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര ഉണ്ടാവും? അപ്പൊ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പെർ ഹവറിൽ എത്ര ഉണ്ടാവും? 180. എങ്ങനെ കാണാം? മൾട്ടിപ്ലൈ. 60 ഇൻറ്റു എത്രയാണ്? 3 = 180 യൂണിറ്റ് അല്ലേ? ഇത് മറ്റൊരു തരത്തിലും ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഒരു മണിക്കൂർ പറഞ്ഞ 60 മിനിറ്റ് അല്ലേ? അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ. ഒരു മിനിറ്റ് പറഞ്ഞാൽ എത്രയാ? 60 സെക്കൻഡ് അല്ലേ? അപ്പോൾ 60 മിനിറ്റ് പറയുമ്പോൾ എത്ര സെക്കൻഡ് ആവും? 60 ഇൻറ്റു 60. അപ്പോൾ എത്ര വരും? ചെയ്യണേ. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു മണിക്കൂർ പറയുമ്പോൾ 3600 എന്താണ്? സെക്കൻഡാണ്. അതിൽ എത്ര സെക്കൻഡ് വേണം ഒരെണ്ണം ഉണ്ടാക്കാൻ? ഒരു ട്യൂബ് 20 സെക്കൻഡ്. അപ്പോൾ ഡിവൈഡ് ബൈ എത്ര അടിക്കുക? 20. അപ്പോൾ എത്ര വരും? 180. ഓക്കെ അല്ലേ? അപ്പോൾ ഓർന്ന് മറ്റൊറ്റ സ്ട്രെച്ചിൽ പെടാക്കൂടെ? സ്റ്റാൻഡേർഡ് യൂണിറ്റ് പെർ ഹവർ ഈസ് ഈക്വൽ ടു പറയൂ 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 20 സെക്കൻഡ് അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയും കാണാം. 180 യൂണിറ്റ്. സിമ്പിൾ അല്ലേ? ദെൻ ഞാൻ അടുത്ത എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? പറഞ്ഞു ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ആർ അപ്ലൈഡ്. ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, 180 ട്യൂബാണ് ഒരു മണിക്കൂറിൽ ഉണ്ടാക്കുന്നത്. ഒരു മണിക്കൂറിൻ്റെ റേറ്റ് നമുക്ക് അറിയാം എത്രയാണ്? 1.80. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്താണ്? വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ത് കാണാനാ? പറയും പീസ് റേറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് റേറ്റ്, ഒരു ട്യൂബിൻ്റെ റേറ്റ്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? റുപ്പീസ് ആണ്. 1.80 പെർ ഏതാണ്? ഹവർ. ഒരു മണിക്കൂറിനാണ് എത്ര രൂപ? എനിക്ക് ഒരു മണിക്കൂറിന് കൊടുക്കുന്ന ശമ്പളമാണ് ₹1.80. ഒരു മണിക്കൂറിൽ ഞാൻ എത്രയാണ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കേണ്ടത്? 180 ട്യൂബ്. അപ്പോൾ ഒരു ട്യൂബിന് എത്ര വരും? ട്യൂബ് അല്ല, യൂണിറ്റ്. ഒരു ട്യൂബിന് എത്ര വരും? 0.01 റുപ്പീസ്. 0.01 പെർ യൂണിറ്റ്. ഇതാണ് എൻ്റെ പീസ് റേറ്റ്. സിമ്പിൾ അല്ലേ പരിപാടി? അല്ലേ? കോമൺ സെൻസ് ആണ്. കുഴപ്പമില്ലല്ലോ. എനിക്കൊരു മണിക്കൂറിന് ₹1.80 തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് എത്ര ട്യൂബ് ഉണ്ടാക്കി കൊടുക്കണം? 180. അപ്പോൾ ഒരു ട്യൂബിന് എത്ര റുപ്യെന്ന് മനസ്സിലായി? 0.01. ഇനി ബാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എത്രയാണ് ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവിടെ 80 120 കേട്ടോ.
ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എത്ര 80, എബോ ആൻഡ് അറ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 120, 1300 8 മണിക്കൂറിൽ വർക്ക് ഇതാക്കുന്നുണ്ട്. പിന്നെ 1500 എത്ര 8 മണിക്കൂർ. അപ്പം ഞാൻ ചോദിക്കട്ടെ, 1 മണിക്കൂറിന്റെ സ്റ്റാൻഡേർഡ് അല്ലേ 180? നമുക്ക് ഈ 180 1300 കമ്പയർ ചെയ്യാൻ പറ്റുമോ? എന്നോട് പറഞ്ഞു 1 മണിക്കൂറിൽ 180 ഉണ്ടാക്കാൻ. ഞാൻ 8 മണിക്കൂറിൽ എത്ര ഉണ്ടാക്കി? 1300. അങ്ങനെ 1300 8 മണിക്കൂറിന്റെയും 1 മണിക്കൂറിന്റെ 180 കമ്പയർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒന്നിരിക്കും എന്ത് ചെയ്യണം? 1300 മണിക്കൂറിലേക്ക് ആക്കണം. അതിന് നല്ലത് ഏതാണ്? 8 മണിക്കൂറിന്റെ ഇതിലേക്ക് എന്ത് മാറ്റാം? 180 മാറ്റാം. 180 1 മണിക്കൂറോടാണ്. അപ്പോൾ 8 മണിക്കൂർ കൊണ്ട് 180 × 8 1440. ഓക്കെ അല്ലേ? ഇതാണ് ഇത് സ്റ്റാൻഡേർഡ്. അപ്പൊ അതും ഇവിടെ എഴുതി വെക്കാം അല്ലെ? വർക്കിംഗ് നമ്പർ ഏതാ? 2. എന്താ? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇൻ ഏതാണ്? 8 ഹവേഴ്സ്. എങ്ങനെ കാണാം? 8 ഹവർ ഇൻറ്റു 1 മണിക്കൂറിൽ 180 യൂണിറ്റ് ഈക്വൽ ടു 1440 യൂണിറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അവിടെ ശ്രദ്ധിക്കണം. ഞാനിവിടെ വെറും 3 ഇട്ട് ആണോ 3 യൂണിറ്റ് എന്നിട്ടുണ്ട്. കണ്ട ഇവിടെ ചിരിക്കാൻ പറയില്ല. 1 രൂപ 80 പൈസ പെർ ഹവർ. റുപ്പീസ് ഇട്ടിട്ടുണ്ട്, പെർ ഹവർ ഇട്ടില്ല അല്ലേ? ഡിവൈഡ് ബൈ 180 എന്നാണ് യൂണിറ്റ്. അങ്ങനെ കൃത്യമായിട്ട് ഈ സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ്, മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ്, ഹവർ ആണെങ്കിൽ ഹവറൊക്കെ എഴുതണം. ഓക്കെ, അപ്പം മറക്കണ്ട, ശ്രദ്ധിക്കും. 1440 യൂണിറ്റ് എന്ന് കൂടെ എഴുതി. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഇനിയുള്ള നമുക്ക് വേണ്ട സാധനം ഏതാ? 2 സാധനങ്ങൾ വേണം. ഒന്നേതാ? മണിക്കൂറിന്റെ റേറ്റ് കിട്ടി എത്ര? 0.01 പെർ യൂണിറ്റ്. അതേപോലെ സ്റ്റാൻഡേർഡും കിട്ടി. 2 വേണ്ടേ? ഓക്കെ അല്ലേ? ഇനി ടേബിൾ ആക്കാൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചെയ്തൂടെ? ഓക്കെ, എങ്ങനെ ചെയ്യാം? ആയിക്കോട്ടെ. എക്സിന്റെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. എക്സിന്റെ എങ്ങനെയാണ് പറയേണ്ടത്? എക്സ് എത്ര ഉണ്ടാക്കിയത്? 1300 ഇൻറ്റു എത്രയാണ്? 0.01. മക്കൾ 1440 അല്ലേ സ്റ്റാൻഡേർഡ്? എക്സ് സ്റ്റാൻഡേർഡിന്റെ താഴെ ആയതുകൊണ്ട് അയാൾക്ക് ഇതിന്റെ എത്ര ശതമാനമായി കിട്ടുള്ളൂ? 80%. ഓക്കെ, എത്ര വരും? 10.40 കിട്ടും. ഇനി വൈയുടെ കഥ എന്താ? 1500 ആണ്. സ്റ്റാൻഡേർഡിന്റെ മുകളിൽ ഉണ്ടാക്കിയാണ്. അപ്പൊ 1500 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 0.01 ഇൻറ്റു 120%. എത്ര വരും? 18. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലേ? ഒന്നേതാ? 2 എന്താ ചോദിച്ചത്? സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം. മക്കൾ എന്തിപ്പോ ഏതിലാണ് നമ്മൾ ചെയ്തുള്ളത്? ടൈലറിനാണ്. സ്ട്രെയിറ്റ് പീസ് റേറ്റ് ആണെങ്കിൽ എന്താ പറയാനുള്ള ഒന്നുമില്ല. എക്സിന് എത്രയാ? 1300. ഒന്നും നോക്കണ്ട. ഒരെണ്ണത്തിന് എത്രയാ? 0.01. അത്രേ ഉള്ളൂ അല്ലേ? വൈക്ക് എത്രയുള്ളത്? 1500. ഉണ്ടാക്കിയതിന് 0.01. അത്രേ ഉള്ളൂ. എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്താ 13 പിന്നെ 15. സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ മുത്തുമണികൾ ആദ്യം എന്ത് ചെയ്യണം? കമ്പ്യൂട്ടേഷനോ എന്ത് എഴുതി വെക്കണം? എഴുതി വെക്കൂ. പറ നമ്പർ 1 എന്നിട്ട് എഴുതി വെക്കുക. കമ്പ്യൂട്ടേഷനോ earnings under straight piece rate system. Computation of earnings under straight piece rate system. Okay. Computation of earnings under straight piece rate system. Okay, എന്ത് ചെയ്താൽ piece number of unit produced into ഏതാ? പെർ പീസ് റേറ്റ്. അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത നമ്പർ 2 ആണ് ഇത് ടൈലർ. ഇതിനൊക്കെ ഈ 0.01 വർക്കിനോട്ട് എന്ത് ചെയ്യണം? വേണം. അറിയാലോ? യെസ്.